വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിലും അഫാനെതിരെ മൊഴി നൽകാതെ ഉമ്മ ഷെമി. പരുക്ക് കട്ടിലിൽ നിന്ന് വീട് പരുക്കേറ്റതെന്ന മൊഴി ആവർത്തിച്ചു. അഫാന്റെ വാപ്പ റഹീമിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അടുത്ത കാലത്ത് നാട്ടിൽ നടന്നതൊന്നും അറിയില്ല എന്നാണ് റഹീം പറയുന്നത്. അതേസമയം ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയെ ലക്ഷ്യമിട്ടിരുന്നില്ല എന്ന് അഫാൻ പോലീസിന് മൊഴി നൽകി. വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നുണ്ട്. ടിറ്റു, നമുക്കറിയാം ഓരോരുത്തരെയും എന്തിന് കൊന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി അഫാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ടോ? കാരണം ഉമ്മ ഷെമിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് കടക്കിണിയിലായിരുന്നു, കൂട്ട ആത്മഹത്യ ഉൾപ്പെടെ ഞങ്ങൾ ആലോചിച്ചിരുന്നു. എന്നാൽ അതിനുള്ള ധൈര്യം ഉമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് താൻ സഹായിക്കുകയായിരുന്നു, എല്ലാവരെയും കൊന്നുകൊണ്ട് സഹായിക്കുകയായിരുന്നു എന്ന നിലപാടിൽ തന്നെയല്ലേ അഫാൻ തുടരുന്നത്? തീർച്ചയായിട്ടും ദേവിക, അതിൽ ഏറ്റവും പുതുതായിട്ട് നമുക്ക് പറയാനുള്ളത് വാപ്പ അബ്ദുൾ റഹീമിൻ്റെ മൊഴി പോലീസ് ഇന്നലെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വിളിച്ചു വരുത്തുമെന്ന കാര്യം മാത്രമാണ് അബ്ദുൾ റഹീമിനോട് വെഞ്ഞാറമൂട് പോലീസ് അറിയിച്ചിട്ടുള്ളത്. വെഞ്ഞാറമൂട് സിഐയുടെ നേതൃത്വത്തിലാണ് ഇന്നലെ അബ്ദുൾ റഹീമിൻ്റെ മൊഴി രേഖപ്പെടുത്തിയത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ അഫാൻ്റെ ഉമ്മ ഷെമിയുടെ മൊഴി മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അപ്പോഴും ഇത്തരത്തിൽ മൊഴി ഈ നേരത്തെ പറഞ്ഞ മൊഴി, അതായത് വെഞ്ഞാറമൂട് പോലീസിനും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ നേരത്തെ പറഞ്ഞ മൊഴി തന്നെയാണ് ഷെമി ആവർത്തിക്കുന്നത്. കട്ടിലിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മുറിവ് സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ് ഷെമി മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി ആവർത്തിക്കുന്നത്. ഷെമി ഇത്തരത്തിലുള്ള മൊഴി ഇതേ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ അഫാൻ ചെയ്ത കുറ്റങ്ങളുടെ ചുരുളഴിക്കാൻ കഴിയാതെ പോലീസ് ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം നമുക്കറിയാം, ഈ അഫാന്റെ വാപ്പ അബ്ദുൾ റഹീം കഴിഞ്ഞ 8 വർഷമായിട്ട് വിദേശത്തായിരുന്നു. അതുകൊണ്ട് തന്നെ സമീപകാലത്ത് നാട്ടിൽ നടന്ന സംഭവങ്ങളൊന്നും അറിയില്ല എന്ന തരത്തിലാണ് അദ്ദേഹവും മൊഴി നൽകിയിട്ടുള്ളത്. ഏതാണ്ട് 3 മാസക്കാലം അഫാൻ ഉപ്പാടെ അടുത്തേക്ക് വിസിറ്റിംഗ് വിസയ്ക്കായി പോയിരുന്നു. അവിടെ ജോലിയൊന്നും ആവാതെ വന്നപ്പോൾ അഫാൻ തിരിച്ചു വരികയായിരുന്നു. തുടർന്ന് ഈ നാട്ടിൽ നടന്നിട്ടുള്ള സംഭവങ്ങളൊന്നും റഹീം അറിഞ്ഞിരുന്നില്ല എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അബ്ദുൽ ലത്തീഫും അഫാനുമായിട്ട് പണത്തിൻ്റെ കാര്യത്തെ ചൊല്ലി തർക്കം നടന്നിരുന്നു. ഇത് പലതവണ ആവർത്തിക്കുകയും തുടർന്ന് നിരന്തരമായിട്ട് അബ്ദുൾ റഹീമിൻ്റെ ഭാര്യയും അബ്ദുൽ ലത്തീഫും അഫാൻ്റെ ഉമ്മ ഷെമിയെ ഈ കടത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തിയിരുന്നതായിട്ടും അഫാൻ മൊഴി നൽകിയിട്ടുണ്ട്. ഈ കടത്തിൻ്റെ പേരിലും പണത്തിൻ്റെ പേരിലും നടന്ന തർക്കമാണ് അബ്ദുൽ ലത്തീഫിനെ കൊലപ്പെടുത്താനായിട്ട് അഫാൻ തീരുമാനിക്കുന്നത്. അബ്ദുൽ ലത്തീഫിനെ കൊലപ്പെടുത്തുന്ന സമയത്ത് ഭാര്യ സാജിദ ബീഗം ഉറക്കെ നിലവിളിച്ച് ആളുകളെ വിളിച്ചു കൂട്ടാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് സാജിദ ബീഗത്തെയും തലക്കടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് അഫാൻ മൊഴി നൽകിയിട്ടുള്ളത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതിസന്ധിയായി നിൽക്കുന്നത് ഷെമിയുടെ മൊഴി തന്നെയാണ്. ഷെമി ഒരു ഘട്ടത്തിലും അഫാനെതിരെ മൊഴി തിരുത്തി പറയാൻ തയ്യാറായിട്ടില്ല. അത് തന്നെയാണ് ഒരുപക്ഷെ ഈ അന്വേഷണം മുന്നോട്ട് പോകാനും സാധിക്കാത്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അഫാൻ ഇടയ്ക്കിടയ്ക്ക് നൽകുന്ന മൊഴി, ആ മൊഴിയിൽ പൊരുത്തക്കേടുകളുണ്ട്. കാരണം ഈ ഉമ്മയും അതോടൊപ്പം തന്നെ ഉമ്മ പലപ്പോഴും കടത്തിൻ്റെ കാര്യം പറഞ്ഞ് കൂട്ട ആത്മഹത്യ ചെയ്യാമെന്ന് അഫാനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഉമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമില്ലായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്ന ദിവസം അഫാൻ്റെ ഉമ്മ ഷെമി കടത്തിൻ്റെ കാര്യം സംസാരിക്കുകയും അങ്ങനെയെങ്കിൽ എന്നെ കൊന്നു തരാമോ എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അഫാൻ കഴുത്തിൽ ഷോൾ മുറുക്കി ഷെമിയുടെ കഴുത്തിൽ ഷോള് മുറുക്കി കൊലപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. മരിച്ചു കഴിഞ്ഞു എന്ന് പുറത്തിറങ്ങി തിരിച്ചു വരുമ്പോഴാണ് ഈ ഷെമി മരിച്ചില്ല എന്ന് മനസ്സിലാക്കുന്നതും വീണ്ടും ഷെമിയുടെ തലയ്ക്ക് ചുറ്റികയ്ക്ക് അടിക്കുന്നതും. പക്ഷെ അപ്പോഴും ഷെമി മരണപ്പെട്ടില്ല. അപ്പോൾ ഷെമി അബോധാവസ്ഥയിലായിരുന്നുവെങ്കിൽ അവിടെ ഈ ഇളയ കുട്ടിയായിട്ടുള്ള അഫ്സാനും അതോടൊപ്പം തന്നെ അഫാൻ്റെ കാമുകിയായിട്ടുള്ള ഫർസാനെയും കൊലപ്പെടുത്തുന്ന സമയത്ത് ഈ ഷെമി അവിടെ അബോധാവസ്ഥയിലായിരുന്നു. ആ സമയത്ത് ഷെമി അബോധാവസ്ഥയിലെങ്കിലും ഈ സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നാണ് പോലീസിന് വ്യക്തത വരുത്തേണ്ടത്. അങ്ങനെയെങ്കിൽ ഉമ്മ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അറിഞ്ഞിട്ടും ഷെമി അഫാനെതിരെ മൊഴി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഷെമിയുടെ മൊഴിയാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധി. കാരണം ഇത്തരത്തിൽ മകനെ സംരക്ഷിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അഫാനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു മൊഴിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ കേസിലെ തീവ്രതയ്ക്ക് ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടക്കൊലപാതകത്തിൽ ഉമ്മ ഈ 4 ദിവസങ്ങളിലായിട്ട് എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനമാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്കയായി തുടരുന്നത്. ദേവിക. ശരി, തിൻഡു.